ഓഫീസറുമായ 1800 പോലീസുകാരുൾപ്പെട്ട ബാച്ചാണ് ചുമതല ഏറ്റെടുത്തത്. കേരള വിഷൻ ന്യൂസ് സന്നിധാനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കൊല്ലം. വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 4ാം തവണയാണ് കലോത്സവത്തിന് കൊല്ലം വേദിയാകുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തും. 10-ന് ആശാ ശരത്തും കുട്ടികളും അണിനിരക്കുന്ന കലോത്സവ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം അരങ്ങേറും. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം ആരംഭിക്കും. അടുത്ത വർഷം മുതൽ കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കലോത്സവത്തിലെത്തുന്ന കുട്ടികളെയും വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ കൊല്ലം ടൗൺ UPSCയിൽ വെച്ച് 2024 ജനുവരി മാസം 3-ന് രാവിലെ 10:30 ആരംഭിക്കും. അതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞാൽ, കുട്ടികൾ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അക്കോമഡേഷൻ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യമാണ് ഒരുക്കുക. 24 വേദികളിലാണ് മത്സരങ്ങൾ. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത്. 8-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം മമ്മൂട്ടി സമ്മാനദാനം നിർവഹിക്കും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.